ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കയ്യിലൊക്കെ നല്ല അഴുക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാണ് പറ്റിയതെന്നറിയോ? ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയിട്ടോ, നമ്മുടെ ചീക്കിലോട് സ്കൂളിൽ, മക്കളുടെ സ്കൂളിൽ ബലിപെരുന്നാൾ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ മെഹന്തി ഇടൽ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. രക്ഷിതാക്കളുടെ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ മത്സരത്തിൻ്റെ കാര്യം മറന്നേ പോയിട്ടോ. അവിടെയുള്ള മക്കളും ടീച്ചേഴ്സും എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ മെഹന്തി. അവരൊരു മത്സരം എന്നല്ല, അവർക്കത് ഭയങ്കര ഒരു ആഘോഷമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ സത്യമായിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയായി. അതിൽ ഞാൻ രക്ഷിതാക്കളുടെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടും ഞാനുമാണത്. അപ്പോൾ ഞങ്ങൾ ഇട്ടിട്ടുള്ളതാണത്. അപ്പോൾ ഇങ്ങനെയാണ് കയ്യിൽ നിറയെ ഞാൻ ഇട്ട് കൊടുക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്തൊക്കെ മെഹന്തി ടിഷ്യൂ പേപ്പറിൽ തുടയ്ക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ആയിട്ട് കയ്യിലാകെ ഒരു അഴുക്ക് പിടിച്ച പോലെ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് രാത്രി മക്കൾ ഉറങ്ങിയൊക്കെ ഇരിക്കുമ്പം ഈ ബാക്കി ഉണ്ടായിരുന്ന മെഹന്തി വെച്ചിട്ട് എൻ്റെ കയ്യിലും കൂടെ വല്ല താജ്മഹലോ കുത്തബ് മീനാറോ എങ്ങനെ പണിയാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, ഈ മത്സരത്തിന് പോയി എന്നൊക്കെ വെച്ചിട്ട് എനിക്ക് മെഹന്തി ഇടാൻ അറിയില്ല കേട്ടോ. അത്യാവശ്യം വല്ല ചിത്രമൊക്കെ വരയ്ക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് എന്നെ വലിച്ചു കൊണ്ടുപോയതാണ്. നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, ഒരു സുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഈ മെഹന്തി ഇടലിനെ പറ്റി ABCD അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രക്ഷിതാക്കളും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പെരുന്നാൾ. നമുക്ക് ഓണവും വിഷു എന്നൊക്കെ അല്ലാതെ പെരുന്നാളിന് നമുക്കിങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പെരുന്നാൾ ഇത്ര ഭംഗിയായിട്ട് എനിക്ക് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അത്രയ്ക്ക് ആസ്വദിച്ച്, കുട്ടികൾ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എന്ത് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മക്കളിപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് ആ സ്കൂളിലേക്ക് മാറിയിട്ടുള്ളത്. ആദ്യത്തെ സ്കൂളിൽ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ചിക്കിലോട് സ്കൂളിലെ ടീച്ചേഴ്സിനും PTA ഒക്കെ അതിൽ വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഇത്രയും നല്ലൊരു പരിപാടിയായിട്ട് ഓണത്തിനൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇന്നലെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കാകെ അറിയാവുന്നത് നമ്മുടെ റാ ഇല്ലേ, റാ ന മലയാള അക്ഷരങ്ങൾ, ഇതൊക്കെ തല തിരിച്ചും മറിച്ചും ഒക്കെ വരയ്ക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ മെഹന്തി ഇടൽ എന്ന് പറഞ്ഞാൽ. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഏകദേശം അതുപോലെ ശ്രമിച്ച് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഇത് വരച്ചിട്ടുള്ളത്. അവിടെ അതും പറ്റില്ല, നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ എടുത്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അവിടെ എവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ വരച്ചിട്ടുള്ളതാണ്. പിന്നെ വെച്ചാൽ എനിക്ക് എപ്പോഴും ഉള്ളതാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങും. പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം മടി പിടിക്കും. നമുക്കത് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മുടെ വഴിക്ക് പോകാമെന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ. കുറച്ച് ഭാഗം റെക്കോർഡായില്ല കേട്ടോ. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് വീഡിയോ ഓഫായി പോയത്. അപ്പോൾ അവിടെ നിന്ന് ബാക്കി നമുക്ക് കാണാം. എന്താ പറഞ്ഞു തന്നത്, അപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് പോകാമെന്നുള്ള. ഫസ്റ്റ് ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര സംഭവമായിട്ട് ഇടണം, 4 ആളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, ഇത് ആരിട്ടതാണ് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് കൈയിൻ്റെ അടിയിലെത്തുന്നവരെ ഞാൻ അങ്ങനെ ഇട്ടിട്ടോ. പിന്നെ സമയം 11 മണി. എങ്ങനെങ്കിലും തീർന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി എൻ്റെ ദൈവമേ എന്നുള്ളൊരു സ്ഥിതിയായി. അപ്പോൾ പിന്നെ നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ വന്ന് ഇല പൂവ് കാട് ഇതൊക്കെ വന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ട് പണ്ടത്തെ ആൻറ്റിന TVൻ്റെ അകത്ത് വരുന്ന ആ സംഭവം ഇല്ലേ, ഈ വര സാധനം, നമ്മളെ സിഗ്നൽ പോകുന്ന സമയത്ത് അത് ചെമ്പരത്തിപ്പൂവ് ഇലയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റംസ് കേട്ടോ. നമ്മൾ പണ്ട് ഈ മെഹന്തി ഇടുമ്പോഴുള്ള ആ സംഭവങ്ങളൊക്കെ അതൊക്കെ കയറി വന്നു കേട്ടോ. ഉറക്കം വന്നപ്പം എന്തെങ്കിലും ഇട്ടിട്ട് ഇതൊന്ന് തീർത്താൽ മതി എന്നുള്ള അവസ്ഥയായി. അതാ കണ്ട ആൻറ്റിന വന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറി വന്നിട്ടായാലും ഞാനിത് ഫിനിഷ് ചെയ്തു സംഭവം. അപ്പം സ്കൂളിൽ ചെറിയ മക്കൾ പോലും ഇടുന്നത് നല്ല ഭംഗിയിലാണ് കേട്ടോ അവരിട്ടിട്ടുണ്ടായിരുന്നത്. സമയം പോകുന്നേ അറിയില്ല അവരിടുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്ക് രക്ഷിതാക്കളുടെ മത്സരം തുടങ്ങിയതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. ഇത് ഓർഗാനിക് ഹെന്നയാണ് കേട്ടോ, നമ്മൾ അവിടെ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. അവിടെ പോയപ്പോൾ ഈ പെട്ടെന്ന് ചോക്കുന്നതും പിന്നെ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർഗാനിക്കാണ്. പിന്നെ ഒരു കുട്ടി, നമുക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെ ചെയ്തിട്ട് അവിടെ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ സാധാ നമ്മുടെ 25 രൂപയുടെ ഒക്കെ കോണില്ലേ, 25 രൂപ 30 രൂപ, അതൊന്നും അല്ല കേട്ടോ. ഇത് കുറച്ചും കൂടെ കുറച്ചുകൂടി റേറ്റ് ഉണ്ട്. അപ്പം നമുക്ക് വിശ്വസിച്ച് ചെയ്യാം. ഇപ്പോൾ ഓരോന്ന് കാണുന്നുണ്ടല്ലോ നമ്മൾ, മെഹന്തി ഇട്ടിട്ട് കയ്യിലകത്ത് പൊള്ളൽ പറ്റിയെന്നും പിന്നെ അലർജി വരുന്നു ചെറിയ മക്കളൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഓർഗാനിക് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അവൾ ചെയ്തു തരുന്നതാണ്. നന്നായിട്ട് ചോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് നോക്കാം എന്താണ് ലാസ്റ്റ് നല്ലതായിട്ട് ചോക്കുന്നുണ്ടോ
എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമല്ലോ. പൊതുവേ ഞാൻ മെഹന്തി ഇടാറില്ല. പിന്നെ ഇന്ന് അവിടെ ഇങ്ങനെ കണ്ടതുകൊണ്ടോ എന്തോ അറിയില്ല, ഞാൻ പറഞ്ഞതിന് ഒരുപാട് ഹാപ്പിയായി. പെരുന്നാളിൻ്റെ ഒരു വൈബ് എന്താണെന്ന്, അവരുടെ ഒരു സന്തോഷം എന്താണെന്നൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കണം എന്ന് തോന്നിയതാണ്. സാധാരണ ഞാനൊരു കല്യാണത്തിന് പോലും, നമ്മുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോലും മെഹന്തി കയ്യിൽ ഇടാത്ത ഒരാളാണ്. ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, എനിക്ക് പറ്റുന്ന പോലെ ചെറിയ കുട്ടികളുടെയും ഇഷ്ടമുള്ളവരുടെയൊക്കെ കയ്യിലൊക്കെ നമ്മൾ വരച്ച് കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ഇടാറില്ല, എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്തു നോക്കി കേട്ടോ, എനിക്കിന്ന് ചെയ്ത് നോക്കണം എന്നൊരു ഇഷ്ടം തോന്നി. പിന്നെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ കറ പിടിച്ച പോലെ കിടക്കുന്ന ഒരു വൃത്തികേടും ഉണ്ടായിരുന്നു, അതുകൊണ്ടും കൂടെയാണ് ഇട്ടത്. പിന്നെ പണ്ട് നമ്മൾ മെഹന്തി ചെറുതായപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് തൊപ്പി എന്ന് പറയുന്നൊരു പരിപാടി ഇല്ലായിരുന്നു. നമ്മൾ കൈ മൊത്തമായിട്ട് അമ്മയൊക്കെ ചെയ്ത് തരുന്ന സമയത്ത് നടുക്കൊരു വട്ടം വരച്ച് അതിന് ചുറ്റും 3, 4 കുത്തിട്ട് പിന്നെ കുറച്ച് തൊപ്പിയൊക്കെ ഇട്ട് വെക്കുന്ന പരിപാടി. അപ്പോൾ ഞാൻ നഖത്തിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. നഖത്തിൽ കളർ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് കൈയുടെ അടിയിൽ മാത്രം ആ തൊപ്പീൻ്റെ പകുതി മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് വെച്ചാൽ എവിടെയും ഗ്യാപ്പ് കാണാൻ പാടില്ല. പിന്നെ ഗ്യാപ്പ് അടയ്ക്കുന്ന പരിപാടിയായിരുന്നേ. ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ കുത്തിത്തിരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ കയ്യിൽ എങ്ങനെ ഇടും ദൈവം, ഇത് ആദ്യം ഇടണ്ടായിരുന്നോ? നമുക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ലടാ. ഇത് കണ്ടാ പിന്നെ ഞാൻ തല കുത്താൻ പടൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ തള്ളവിരൽ വിട്ടുപോയിന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ട്, അത് വീഡിയോയിലൊന്നും ഇതായിട്ടില്ല, അത്രയും തല കുത്താൻ പാട് പിടിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടെ തൊപ്പിയിട്ട് കഴിഞ്ഞിട്ടും അവിടെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വിടുമോ, ആ ഗ്യാപ്പും കൂടെ അടയ്ക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു 4 കുത്തിട്ട് അതൊരു ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിജയകരമായി നമ്മുടെ കണ്ണിങ്ങനെ മാളി ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് തേങ്ങ ഈ പറയുന്നത്. കൈ പിടിച്ച് തിരിക്കേണ്ടി വന്നു കേട്ടോ, ഇതൊന്ന് നേരെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നേരെ വെക്കുമ്പോൾ നേരെ കാണുന്നു, ഇങ്ങനെ വെക്കുമ്പോൾ തിരിഞ്ഞു പോകുന്നു, അതെന്തത്? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. രാവിലെ ആദ്യക്കുട്ടനെ എണീറ്റു. ഗുഡ് മോർണിംഗ്. സംഭവം എൻ്റെ തലയിലും ആദ്യക്കുട്ടൻ്റെ തലയിലും ബെഡ്ഷീറ്റിലും എന്ന് വേണ്ട എവിടെയൊക്കെ ആവാൻ പറ്റുമോ അവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സംഭവം എൻ്റെ ഐഡിയ ആയിപ്പോയി, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. അപ്പോൾ ഞാനിത് കഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച ആ ഒരു കളറ് കിട്ടിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടോ. പണ്ടത്തെ നമ്മൾ ആ നൊസ്റ്റു ഫീൽ ഉണ്ടല്ലോ, ഈ രാവിലെ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കാൻ നടക്കുന്ന ആ ഒരു വൈബ്, ആ കളറ് തന്നെ കിട്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.